കോഴിക്കുഞ്ഞ് കരയണേ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ മാത്സ് ചെയ്തോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes. അബ്ദുൾ സമദ് എന്ന് ഞാൻ മ്യൂട്ട് ചെയ്തോട്ടെ, ഒരു മ്യൂട്ട് കൊടുക്കട്ടെ. ഓക്കെ, ആയിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ എടുക്കുവാണ് കേട്ടോ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റ് ചെയ്യാമോ? ചാപ്റ്റർ ഏതാ? നിങ്ങൾക്ക് 15 തന്നെയാണോ കിടക്കുന്നത്? ചാപ്റ്റർ നമ്പർ 15 തന്നെയാണോ? മെഡിക്കൽ ടെർമിനോളജി ആണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു പ്രസന്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ എന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഫ്ലോപ്പ് ആയി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു തന്നെ തരാം കേട്ടോ. അറിയില്ല, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയത് ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നോക്കാം നമുക്ക്.
അപ്പൊ തുടങ്ങാം. എന്താണ് മെഡിക്കൽ ടെർമിനോളജി? ചിലർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. വാട്ട് ഈസ് മെഡിക്കൽ ടെർമിനോളജി? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? സീജ കേട്ടിട്ടുണ്ടല്ലേ? സോണിയ, രണ്ടുമൂന്ന് പേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല് ഒരു ലാംഗ്വേജ് ആണ്. മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഇത് മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മെഡിസിൻ. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്. മെഡിസിൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലാംഗ്വേജ് ഓഫ് മെഡിസിൻ, ദാറ്റ് ഈസ് മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, ഇറ്റ് മെയിൻലി കംസ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ്. അപ്പോ ഇത് കൂടുതലായിട്ട് ഈ മെഡിക്കൽ ടേം അല്ലെങ്കിൽ ഈ മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ടേം കൂടുതലായിട്ട് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഗ്രീക്ക് ലാറ്റിൻ ലാംഗ്വേജുകളിൽ നിന്നാണ്. അപ്പൊ നമുക്കധികം ഫെമിലിയർ അല്ല. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾക്കധികം ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളല്ല നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. കേട്ടിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോ, പക്ഷെ നമ്മൾ അധികം യൂസ് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷയാണ്. വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷയെയാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഈ ടേംസ് ആരാ കൂടുതൽ യൂസ് ചെയ്യുന്നത്? നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണോ? അല്ലല്ലേ? ആരാ കൂടുതൽ യൂസ് ചെയ്യുന്നേ? അതായത് ഡോക്ടേഴ്സ്, നഴ്സുമാര്, ലാബ് ടെക്നീഷ്യൻസ് തുടങ്ങിയ ഹെൽത്ത് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് വർക്കേഴ്സ് തമ്മിൽ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം മെഡിക്കൽ ടേം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഹെൽത്ത് വർക്കേഴ്സ് അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു ഡോക്ടറും അമേരിക്കയിലുള്ള ഒരു ഡോക്ടറും, ഓക്കെ, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? പക്ഷെ ഒരു കാര്യം അവർക്ക് അറിയാൻ പറ്റും, മെഡിക്കൽ ടെർമിനോളജി അഥവാ മെഡിക്കൽ ടേംസിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകും. ആ മെഡിക്കൽ ടേംസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവര് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുക? അപ്പൊ ആരാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടേഴ്സ് ഉപയോഗിക്കും, നഴ്സുമാർ ഉപയോഗിക്കും. ഇപ്പൊ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഈ ഒരു മെഡിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? എല്ലാത്തരം കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കില്ല. ഒരു പർട്ടിക്കുലർ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബോഡിയിലെ പാർട്സ് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങൾ, അവയവങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു രോഗത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ട്രീറ്റ്മെന്റ് മെത്തേഡുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റുകളും സിറ്റുവേഷൻസും വിവരിക്കുന്നതിന്, ഒരു രോഗിക്ക് കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, ആ രോഗിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, മെഡിക്കൽ ടേംസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടേംസ് നമ്മൾക്ക് അറിയണമെങ്കിൽ അവയെ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു മെഡിക്കൽ ടേം നമ്മൾക്ക് അറിയണം അല്ലെങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു മെഡിക്കൽ ടേമിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് 4 കമ്പോണന്റുകളാണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. എഴുതി വെക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നോട്ട് ചെയ്തായിരുന്നോ? ഇല്ല.
നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി പറയണോ, റിപ്പീറ്റ് ചെയ്യണോ പറഞ്ഞ കാര്യങ്ങള്? വേണ്ടല്ലോ, പറയണോ? ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്തോളൂ. മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മെഡിസിൻ. മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മെഡിസിൻ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, അത് മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മെയിൻലി കംസ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ്. ഇറ്റ് മെയിൻലി കംസ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ്. ഇത് പ്രധാനമായിട്ടും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഗ്രീക്ക് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, നഴ്സുമാര്, ലാബ് ടെക്നീഷ്യൻസ്, അങ്ങനെ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. നോട്ട് ചെയ്തോ? യെസ്. ഇനി എന്താണ് ഇതിന്റെ യൂസേജ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമൻ ബോഡി പാർട്സ് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു രോഗത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടെസ്റ്റുകളും സിറ്റുവേഷൻസും അറിയുന്നതിന് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മെഡിക്കൽ ടേംസ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇനി പ്രധാനമായിട്ടും മെഡിക്കൽ ടേംസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു അവയെ ചെറിയ പാർട്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു മെഡിക്കൽ ടേം നമ്മൾ കണ്ടു കഴിഞ്ഞാല് പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾക്ക് അറിയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു മെഡിക്കൽ ടേം നമ്മൾ കാണുമ്പോൾ അതില് പല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും മെഡിക്കൽ ടേംസിന് 4 കമ്പോണന്റുകളാണ് ഉള്ളത്. 4 കമ്പോണന്റ്സ് കേട്ടോ. പ്രധാനമായിട്ടും ഒരു മെഡിക്കൽ ടേമിന് 4 കമ്പോണന്റ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് റൂട്ട് വേർഡ്സ് ആണ്. ഓക്കെ, റൂട്ട് വേർഡ്സ് ആണ് ഒന്നെന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് കമ്പൈനിങ് വവൽ. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? കമ്പൈനിങ് വവൽ. മൂന്നാമത്തേതാണ് സഫിക്സ്. ഓക്കെ, നാലാമത്തേതാണ് പ്രിഫിക്സ്. കേട്ടിട്ടുണ്ടോ നിങ്ങള് സഫിക്സും പ്രിഫിക്സും? കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ റൂട്ട് വേർഡ്സ് ഉണ്ട്, കമ്പൈനിങ് വവൽ ഉണ്ട്, സഫിക്സ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്. ഈ 4 കമ്പോണന്റുകൾ നമ്മൾക്ക് ഒരു മെഡിക്കൽ ടേമിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള പാർട്സുകളെ നമ്മൾ അറിയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള മെഡിക്കൽ ടേംസിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ മെഡിക്കൽ ടേമിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ മെഡിക്കൽ ടേം ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആദ്യത്തേതാണ് റൂട്ട് വേർഡ്സ്. എന്താണ് റൂട്ട് വേർഡ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാനിപ്പോ ടെക്സ്റ്റ് നമ്മുടെ PDF-ലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാം? PDF-ലേക്ക് കടക്കുക. നിങ്ങൾ ഓക്കെ അല്ലേ? എതിർപ്പൊന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് റൂട്ട് വേർഡ് എന്ന് നമുക്ക് നോക്കാം. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടേമിന്റെ മെയിൻ പാർട്ടാണ്. പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ടേമിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് വേർഡ് ആണ്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് എ മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് അല്ലെങ്കിൽ കമ്പോണന്റ് എന്ന് പറയുന്നത്
അതിന്റെ റൂട്ട് വേർഡ് ആണ്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് എ മെഡിക്കൽ ടേം. അതായത് മെഡിക്കൽ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ റൂട്ട് വേർഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ബോഡി പാർട്ട്, ഒന്നുകിൽ ഒരു ബോഡി പാർട്ട് അല്ലെങ്കിൽ ഒരു ഓർഗൻ. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തെയോ ഡിസ്ക്രൈബ് ചെയ്യാനാണ് റൂട്ട് വേർഡ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. റൂട്ട് വേർഡ് ഒരു 2 റൂട്ട് വേർഡ് ഞാൻ ഇവിടെ പറയാം. ഒരു റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഗ്യാസ്റ്റർ ആണ്. ഗ്യാസ്റ്റർ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ പറഞ്ഞു തന്നെ പോകുന്നതാണ് നല്ലത്. ഒരു സെക്കൻഡ് കേട്ടോ. എഴുതി കാണിക്കാൻ സാധിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങുമ്പോ തന്നെ ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ സക്സസ് ആവും. എഴുതി കാണിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കില്ലേ? യെസ്. അപ്പൊ റൂട്ട് വേർഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ റൂട്ട് വേർഡിന്റെ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്യാസ്റ്റർ ആണ്. ഗ്യാസ്റ്ററിന്റെ എങ്ങനെയാണ് ഗ്യാസ്റ്റർ എഴുതുക? എങ്ങനെയാണ് സ്പെല്ലിംഗ്? എന്താണ് ഗ്യാസ്റ്റർ? GASTR ആണോ? GASTR കേട്ടിട്ടുണ്ടോ? ഈ ഒരു ടേം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇല്ല. ഗ്യാസ്റ്റർ ഇതൊരു റൂട്ട് വേർഡ് ആണ്. രണ്ടാമത്തത് ഹെപ്പാറ്റ് ആണ്. ഹെപ്പാറ്റ്, HEPAT, ഹെപ്പാറ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതും കേട്ടിട്ടില്ല. എന്നാൽ ഇതിന്റെ മീനിങ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് കേട്ടോ. ഗ്യാസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് വരുന്നത് സ്റ്റൊമക്ക് ആണ്. സ്റ്റൊമക്ക്. ഗ്യാസ്ട്രോ വിഭാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ്. യെസ്. അപ്പൊ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത്
ഒരു റൂട്ട് വേർഡ് ആണ്. കാരണം ഇത് ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മളത് അധികം ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടേമിലെ റൂട്ട് വേർഡ് ആണ്. എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. രണ്ടാമത്തത് ഹെപ്പാറ്റ് ആണ്. ഹെപ്പാറ്റ് എന്ന് പറയുന്നത് എന്താ അതിന്റെ മീനിങ്? ലിവർ ആണ് കേട്ടോ, ലിവർ. അപ്പൊ ഗ്യാസ്റ്റർ എന്ന് പറയുന്നതും GASTR, ഹെപ്പാറ്റ് HEPAT, ഇത് രണ്ടും എന്താണ്? റൂട്ട് വേർഡുകളാണ്. ഒരു മെഡിക്കൽ ടേമില് നമ്മൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പഠിക്കുന്ന എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേം, ഇപ്പോ ഗ്യാസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഹെപ്പാറ്റുമായിട്ട് വരുന്ന മെഡിക്കൽ ടേം ആണെങ്കിൽ ഈ രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ വേർഡുകൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ എന്താണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നതെന്ന്? ഇനിയും കണ്ടിട്ടോ റൂട്ട് വേർഡുകൾ. ഇത് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ ഇത്തരം വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതത്ര നമുക്ക് ഫെമിലിയർ അല്ല. നമുക്കത്ര ഫെമിലിയർ അല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് പ്രധാനമായിട്ടും ഗ്രീക്ക് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് കൂടുതലായിട്ടും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഓർഗൻസിനും ഓരോ റൂട്ട് വേർഡ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് സ്റ്റൊമക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഹെപ്പാറ്റ് എന്ന് പറയുന്നത് ലിവറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ധാരാളം ഓർഗൻസ് ഉണ്ട്, ബോഡി പാർട്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ബോഡി പാർട്ടിനെയും ഓരോ ഓർഗൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന റൂട്ട് വേർഡുകള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, റൂട്ട് വേർഡുകളെ കുറിച്ച് ഒരു ഐഡിയ മനസ്സിലായോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങള്? ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെയാണ്. രണ്ടാമത്തത് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കമ്പോണന്റ് എന്തായിരുന്നു പറഞ്ഞത്? കമ്പൈനിങ് വൊവൽ അല്ലെ? കമ്പൈനിങ് എ വൊവൽ. നമുക്കറിയാം വൊവൽ ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് വൊവൽ ലെറ്റേഴ്സ്? നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വൊവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാ? അറിയാമല്ലോ നിങ്ങൾക്ക്? AEIOU അല്ലെ? ഇതല്ലേ വൊവൽസ് എന്ന് പറയുന്നേ? ഓക്കെ, അതായത് കമ്പയറിംഗ് വൊവൽ എന്നത് ഒരു മെഡിക്കൽ ടേമിന്റെ പാർട്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൊവൽ ലെറ്റർ ആണ്. ഒരു മെഡിക്കൽ ടേം നമ്മൾ എഴുതുമ്പോൾ ആ മെഡിക്കൽ ടേമിൽ പല പാർട്സുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. 4 കമ്പോണന്റ് ഉണ്ടാവാം അല്ലെങ്കിൽ 3 കമ്പോണന്റുകൾ ഉണ്ടാകാം. ഇത് പൂർത്തിയാകുമ്പോഴാണ് ഒരു മെഡിക്കൽ ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെഡിക്കൽ ടേമില് പലതരത്തിലുള്ള പാർട്സുകളെ തമ്മില് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൊവൽ ലെറ്ററിനെയാണ് കമ്പൈൻ വൊവൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ ടേമില് നമുക്ക് AEIOU എന്നിങ്ങനെയുള്ള വൊവൽ ലെറ്റർ കാണാനായിട്ട് സാധിക്കും. പക്ഷെ 99% മെഡിക്കൽ ടേമിൽ യൂസ് ചെയ്യുന്ന വൊവൽ ലെറ്റർ എന്ന് പറയുന്നത് O ആണ്. ഓക്കെ, O എന്ന് പറയുന്ന വൊവൽ ലെറ്റർ ആണ് മെഡിക്കൽ ടേമില് പാർട്സുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. AE അതുപോലെ IU എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ട് മാത്രമാണ് മെഡിക്കൽ ടേമില് ഉപയോഗിച്ച് വരുന്നത്. ഇനി കമ്പൈനിങ് വൊവലിന്റെ യൂസേജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഒരു മെഡിക്കൽ ടേമില് റൂട്ട് വേർഡിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസ്റ്റർ എന്ന് പറയുന്ന വേർഡ്, ഹെപ്പാറ്റ് എന്ന് പറയുന്ന വേർഡ് അല്ലെ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഗൻസിനെ ആണെങ്കിൽ കൂടിയും നമ്മൾ അതിനെ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുന്നത്. അതിന്റെ കൂടെ വേറെ പല ആളുകളും ഉണ്ടാകും. വേറെ പല ആളുകൾ എന്ന് പറയുന്നത് വേറെ പല വേർഡുകളും ഉണ്ടാകും. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടേമില് റൂട്ടിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ഒരു റൂട്ട് വേർഡിനും സാധിക്കില്ല. സോ ഇത് മറ്റൊരു റൂട്ടുമായോ അല്ലെങ്കിൽ ഒരു സഫിക്സുമായോ കമ്പൈൻ ചെയ്യും. ഒന്നില്ലെങ്കിൽ ഈ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു റൂട്ട് വേർഡ് ആയിട്ട് കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഫിക്സുമായിട്ട് എന്ത് ചെയ്യും,
കമ്പൈൻ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു റൂട്ട് വേർഡിനും സഫിക്സിനും ഇടയിൽ ചേർക്കാനോ അല്ലെങ്കിൽ രണ്ട് റൂട്ട് വേർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനോ ആണ് എന്ത് ഉപയോഗിക്കുന്നത്? കമ്പൈനിങ് വെർബൽ ഉപയോഗിക്കുന്നത്. ഒന്നില്ലെങ്കിൽ രണ്ട് റൂട്ടുകൾ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ്റ്റർ എന്ന് പറയുന്ന ഒരു റൂട്ടാണ്, ഹെപ്പാറ്റ് എന്ന് പറയുന്ന റൂട്ടാണ്. ഈ രണ്ട് റൂട്ടുകളെയും തമ്മിൽ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വെർബൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഫിക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒരു റൂട്ട് വേർഡിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഫിക്സിനെയോ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഈ കമ്പൈനിങ് വെർബൽ ഉപയോഗിക്കുന്നു. ഇതിലൂടെ പ്രൊനൗൺസിയേഷനും ഈസി ആകുന്നു. കമ്പൈനിങ് വെർബൽ ചേർത്താലുള്ള ഒരു മറ്റൊരു പ്രത്യേകതയാണ് പ്രൊനൗൺസിയേഷൻ കൂടുതലായിട്ട് ക്ലിയർ ആകുന്നു അല്ലെങ്കിൽ ഈസി ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ റൂട്ട് പ്ലസ് വെർബലിനെയാണ് കമ്പൈനിങ് ഫോം എന്ന് പറയുന്നത്. ഒരു റൂട്ട് ഉണ്ട്, ഒരു വെർബൽ ഉണ്ടെങ്കിൽ അത് കമ്പൈനിങ് ഫോം ആണ്. ഓക്കെ, പിന്നെ റൂട്ട് പ്ലസ് സഫിക്സ് ചേർക്കാനും എന്ത് വേണം? കമ്പൈനിങ് വെർബൽ ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഒന്നും കൂടി പറയാം. ഒരു മെഡിക്കൽ ടേമില് ഒരു റൂട്ടിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. രണ്ട് റൂട്ടുകളെ തമ്മിലോ അല്ലെങ്കിൽ ഒരു റൂട്ടിനെയും ഒരു സഫിക്സിനെയും തമ്മിലോ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പൈനിങ് വെർബൽ ചേർക്കുന്നത്. 99% ചേർക്കുന്ന കമ്പൈനിങ് വെർബൽ എന്ന് പറയുന്നത് ഓ ആണ്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ ആണോ? ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാൻ ആദ്യം കുറച്ച് റൂട്ട് വേർഡ്സ് പറയാം, അതിനുശേഷം അതിന്റെ കമ്പൈനിങ് വെർബൽ ചേർത്തിട്ടുള്ള പ്രൊനൗൺസിയേഷൻ പറയാം. ആദ്യത്തെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഗ്യാസ്റ്റർ ആണ്. ഗ്യാസ്റ്റർ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്യാസ്റ്റർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കമന്റ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റൊമക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഗ്യാസ്റ്ററില് ഞാനൊരു സ്ലാഷ് ഇട്ടിട്ട് ഓ ചേർത്തു. ഗ്യാസ്റ്ററിന്റെ കൂടെ ഒരു സ്ലാഷ് ഇട്ടു, എന്നിട്ട് ഒരു ഓ ചേർത്തു. എന്തായി? ഗ്യാസ്ട്രോ. ഇവിടെ കമ്പൈനിങ് വെർബൽ വന്നില്ലേ? ഗ്യാസ്ട്രോ എന്ന് പറയുന്നതും ഗ്യാസ്റ്റർ എന്ന് പറയുന്നതും സ്റ്റൊമക്കിനെയാണ് പറയുന്നത് കേട്ടോ. സ്റ്റൊമക്ക് ആണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ നമ്മള് എഴുതുന്ന സമയത്ത്, മെഡിക്കൽ ടേം എഴുതുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്ലാഷ് ഉപയോഗിക്കില്ല. നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലാഷ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. മെഡിക്കൽ ടേം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? സ്ലാഷ് ഉപയോഗിക്കില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. പക്ഷെ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ലാഷ്, ഹൈഫൺ ഇതൊക്കെ ചേർക്കും. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോ ഗ്യാസ്റ്റർ എന്നതിന്റെ കൂടെ ഓ എന്ന കമ്പൈനിങ് വെർബൽ ചേർത്ത് ഗ്യാസ്ട്രോ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ദാറ്റ് മീൻസ് സ്റ്റൊമക്ക്. ഇനി അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹെപ്പാറ്റ് ആണ്. ഹെപ്പാറ്റ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹെപ്പാറ്റ് ലിവർ. ഓക്കെ, ഹെപ്പാറ്റിന്റെ കൂടെ സ്ലാഷ് ചേർത്തിട്ട് ഞാൻ ഓ യൂസ് ചെയ്തു. കമ്പൈനിങ് വെർബൽ ഞാൻ ചേർത്തു. എന്തായി? ഹെപ്പറ്റോ. അതും ലിവർ തന്നെയല്ലേ അതിന്റെ മീനിങ് വരുന്നേ? യെസ്. പക്ഷെ ഇതിന്റെ ബാക്കില് അല്ലെങ്കിൽ മുമ്പില് വേറെ ആളുകൾ ഉണ്ടാകും കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോ ഹെപ്പാറ്റ് എന്നതിന്റെ കൂടെ സ്ലാഷ് ഇട്ട് ഒരു ഓ ചേർത്തു. ദാറ്റ് മീൻസ് ഹെപ്പറ്റോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ പറയുമ്പോഴും അല്ലെങ്കിൽ മെഡിക്കൽ ടേം എഴുതുന്ന സമയത്ത് നമ്മൾ ആ സ്ലാഷ് വേണ്ട. പഠിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലാഷ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ഓസ്റ്റി ആണ്. ഓസ്റ്റി, OSTE. എന്താണ്? ഇതൊരു റൂട്ട് വേർഡ് ആണ് അല്ലെ? ഓസ്റ്റി എന്ന് പറയുന്നത് ഒരു റൂട്ട് വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താ? OSCE എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓസ്റ്റി കേട്ടിട്ടില്ല? പോട്ടെ, ഒരു സ്ലാഷ് ഇട്ടിട്ട് അതിന്റെ കൂടെ ഓ ചേർത്തു. എന്താവും? OSTE. അതിന്റെ കൂടെ ഒരു സ്ലാഷ് ഇട്ടു, ഓ ചേർത്തു. എന്തായി? ഒരുമിച്ച് എങ്ങനെയാ വായിക്കുന്നേ? കമന്റ് ചെയ്തേ. ഓസ്റ്റിയോ. ഓസ്റ്റിയോ എന്താ? എന്തുമായി ബന്ധപ്പെട്ടതാ?
ഓസ്റ്റിയോ കേട്ടിട്ടില്ല, ബോൺ ആണ് കേട്ടോ, എല്ലുണ്ടല്ലോ. ഓസ്റ്റിയോ, ഓസ്റ്റി എന്ന് പറയപ്പെടുന്ന അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബോൺ ആണ്, BONE, ബോൺ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. അടുത്തത് ആർഥർ, ARTHR, ആർഥർ, ARTHR, ആർഥർ എന്താ? പോട്ടെ, അതിന്റെ കൂടെ ഒരു O ചേർത്തു, എന്തായിട്ട് പ്രൊനൗൺസ് ചെയ്യും? O ചേർത്ത് കഴിഞ്ഞാല് ARTHRന്റെ കൂടെ ഒരു O ചേർത്തു, ആർത്തോ. ആർത്രൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആർത്രൈറ്റിസ്, യെസ്. അപ്പൊ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന മെഡിക്കൽ ടേമില് ആർഥർ എന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആർഥർ എന്ന് പറയുന്നത് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ജോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് സന്ധികൾക്ക് ഉണ്ടാകുന്ന വാദത്തെയാണ് എന്ത് പറയുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? അപ്പൊ ഗ്യാസ്ട്രിന്റെ കൂടെ നമ്മൾ ഗ്യാസ്ട്രോ അല്ലെ, കമ്പൈനിങ് വവൽ ചേർത്ത് ഗ്യാസ്ട്രോ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്തു. ഹെപ്പാറ്റിന്റെ കൂടെ O ചേർത്ത് ഹെപ്പറ്റോ എന്ന് പ്രൊനൗൺസ് ചെയ്തു. ഓസ്റ്റിയുടെ കൂടെ O ചേർത്ത് ഓസ്റ്റിയോ എന്ന് പ്രൊനൗൺസ് ചെയ്തു. ആർഥറിന്റെ കൂടെ O ചേർത്തു ആർട്രോ എന്ന് പ്രൊനൗൺസ് ചെയ്തു. ഓക്കെ, ഇതാണ് കമ്പൈനിങ് വവൽ ചേർത്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. ഓക്കെ, ഞാനൊരു വേർഡ് പറയാം, നിങ്ങൾ അത് പറയണം. ഏതാണ് അതിന്റെ റൂട്ട് വേർഡ്, കമ്പൈനിങ് വവൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. കാർഡിയോളജി, കാർഡിയോളജി ഇതൊരു മെഡിക്കൽ ടേം ആണ്. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കാർഡിയോളജി? സ്റ്റഡി ഓഫ് ഹാർട്ട് അല്ലേ, ആണോ? ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ കാർഡിയോളജി. ഇതിന്റെ റൂട്ട് വേർഡ് നിങ്ങളൊന്ന് പറഞ്ഞേ, എനിക്ക് അറിയണമല്ലോ എത്രത്തോളം മനസ്സിലായെന്ന്. റൂട്ട് വേർഡ് ഏതാ കാർഡിയോളജിയിലെ? കാർഡി, CARTI കേട്ടോ, കാർഡി എന്നാണ് റൂട്ട് വേർഡ്. നമുക്ക് ചേർക്കാം, തെറ്റില്ല. ചില ഫോമുകള് റൂട്ട് പ്ലസ് വവൽ ആയിട്ട് വരാറുണ്ട്. കാർഡിയോ എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇതിനകത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുവാണ്, കാർഡി എന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ് കേട്ടോ. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് കാർഡിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ കമ്പൈനിങ് വവൽ ഏതാ അതിലെ? O ആണ് അല്ലേ, വെരി ഗുഡ്, O ആണ്. അപ്പൊ ഇവിടെ ഒരു വേർഡ് കിടക്കുന്നുണ്ട് അല്ലെ, LOGY, ലോജി എന്ന് പറയും. അതെന്താ ലോജി? ലോജി എന്താ? അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. ലോജി എന്തായിരിക്കും? പ്രിഫിക്സ് ആയിരിക്കും, സഫിക്സ് ആയിരിക്കും? സഫിക്സ് ആണ്. ഓക്കെ, അപ്പോ കാർഡിയോളജി എന്ന് പറയുന്ന മെഡിക്കൽ ടേമിനെ നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കാർഡി എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിട്ടും, O എന്ന് പറയുന്ന കമ്പൈനിങ് വവൽ ആയിട്ടും, ലോജി എന്ന് പറയുന്ന സഫിക്സ് ആയിട്ടും. ഇപ്പൊ മനസ്സിലായോ? ഐഡിയ വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കാർഡിയോളജി എന്ന് പറയുന്ന മെഡിക്കൽ ടേമിനെ കാർഡി എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. O എന്ന് പറയുന്ന കമ്പൈനിങ് വവൽ നമുക്ക് കിട്ടി, ലോജി എന്ന് പറയുന്ന സഫിക്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു റൂട്ട് വേർഡിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ ഒരു റൂട്ടിനെ മറ്റൊരു റൂട്ടുമായിട്ടോ അല്ലെങ്കിൽ ഒരു റൂട്ടിനെ ഒരു സഫിക്സുമായിട്ടോ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പൈനിങ് വവൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ O എന്ന് പറയുന്ന കമ്പൈനിങ് വവൽ ഏതിനെ ഏതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ഒന്ന് പറഞ്ഞേ, ഏതിനെ ഏതുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് O എന്ന് പറയുന്ന കമ്പൈനിങ് വവല്? കാർഡി എന്ന് പറഞ്ഞത് എന്താ? കാർഡി എന്താ? റൂട്ട് അല്ലെ? ലോജി എന്താ? സഫിക്സ്. അപ്പോ ഒരു എന്താ പറയാ, റൂട്ടിനെ ഒരു സഫിക്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് O എന്ന് പറയുന്ന കമ്പൈനിങ് വവൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ലോജി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എന്നാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കും. ഞാനിപ്പോ പറഞ്ഞതാണ് ലോജി എന്ന് പറയുന്നതിന്റെ മീനിങ് സ്റ്റഡി ഓഫ് ആണ്.
ഓക്കെ, അപ്പൊ ഇവിടെ മീനിങ് വരുന്നത് എന്താ? കാർഡിയോളജി, സ്റ്റഡി ഓഫ് ഹാർട്ട്, അങ്ങനെയാ വരിക. പക്ഷെ കാർഡി അവിടെ ആദ്യം കിടക്കുന്നുണ്ട് അല്ലെ, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം. പക്ഷെ നമ്മൾ ഒരു മെഡിക്കൽ ടേം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മീനിങ് എഴുതുന്ന സമയത്ത് ആദ്യം എഴുതുന്നത് സഫിക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ സഫിക്സ് എന്താ? സഫിക്സ് എന്താ? സഫിക്സ് ലോജി അല്ലേ, പഠനമല്ലേ? യെസ്. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാ മതി കേട്ടോ. ഇനി വേറൊരു വാക്ക് ഞാൻ പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഗ്യാസ്ട്രോ എൻറ്ററോളജി. ഗ്യാസ്ട്രോ എൻറ്ററോളജി. ഗ്യാസ്ട്രോ എൻറ്ററോളജി. GASTROENTEROLOGY. എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ. യെസ്, ഇവിടെ നോക്കിയേ നിങ്ങള്, എന്താ പ്രത്യേകത? ഈ ഒരു വേർഡിന്റെ, ഈ ഒരു മെഡിക്കൽ ടേമിന്റെ സ്പെഷ്യാലിറ്റി എന്താ? രണ്ട് റൂട്ട് വേർഡും രണ്ട് കമ്പൈനിങ് വെർബലും ഒരു സഫിക്സും ആണോ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, രണ്ട് റൂട്ടുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? കമ്പൈനിങ് വെർബൽ ഉപയോഗിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ വേർഡില്, മെഡിക്കൽ ടേമില് രണ്ട് റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ ചെയ്തു ഒന്ന് ചെയ്തു നോക്കിയേ, എങ്ങനെ വരും ഇത് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ? ഗ്യാസ്ട്രോ എൻറ്ററോളജി, അതിനെ നമ്മൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെ വരും? എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം എന്താണ്? ഗ്യാസ്റ്റർ, ശേഷം പ്ലസ് വരും അല്ലെ, അതിനുശേഷം ഒരു O വരും, വീണ്ടും പ്ലസ് വരും, then എൻറ്റർ വരും, എൻറ്റർ, വീണ്ടും ഒരു O വരും, പ്ലസിന് ശേഷം ഒരു O വരും അല്ലെ, പിന്നെ ലോജി. വെരി ഗുഡ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോ ഗ്യാസ്റ്റർ പ്ലസ് O പ്ലസ് എൻറ്റർ പ്ലസ് O പ്ലസ് ലോജി. അപ്പൊ ഈ ഗ്യാസ്ട്രോ എൻറ്ററോളജിയെ നമ്മൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് ഈ ഒരു പാർട്ടുകൾ കിട്ടി അല്ലെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ പറഞ്ഞു രണ്ട് റൂട്ടുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പൈനിങ് വെർബൽ ഉപയോഗിക്കുന്നു. ഇവിടെ രണ്ട് റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? രണ്ട് റൂട്ടുകള് ഏതൊക്കെയാണ്? രണ്ട് റൂട്ടുകള്, ഒന്ന് ഗ്യാസ്റ്റർ, പിന്നെ എൻറ്റർ അല്ലേ? യെസ്, ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മള് കമ്പൈനിങ് വെർബൽ ചേർക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾക്ക് അറിയേണ്ട ഒരു റൂൾ ഉണ്ട്, ഒരു നിയമങ്ങളുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പല റൂളുകളും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇന്നത് ഇന്നതുമായിട്ട് ചേർക്കാനായിട്ട് പറ്റില്ല, അത് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിൽ ഗ്രാമർ പഠിക്കുമ്പോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന സമയത്ത് അല്ലെ, ചില റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടേമിനും ഒരു റൂൾ ഉണ്ട്. ആ റൂള് ഞാൻ പറയാം. അതായത് സഫിക്സ്, അതായത് ഒരു മെഡിക്കൽ ടേമിലെ സഫിക്സ് ഒരു വെർബൽ ലെറ്ററിലാണ് ആരംഭിക്കുന്നതെങ്കിൽ കമ്പൈനിങ് വെർബലിന്റെ ആവശ്യമില്ല. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു മെഡിക്കൽ ടേമിലെ സഫിക്സ് വെർബൽ ലെറ്ററിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ മെഡിക്കൽ ടേമിൽ കമ്പൈനിങ് വെർബലിന്റെ ആവശ്യം വരുന്നില്ല. എക്സാമ്പിൾ ഞാൻ പറയാം. ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രൈറ്റിസ്, അതിലെ റൂട്ട് വേർഡും സഫിക്സും നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതാണ് സഫിക്സും റൂട്ട് വേർഡും? ഗ്യാസ്ട്രൈറ്റിസ്. ഞാൻ സ്പെല്ലിംഗ് പറയാം കേട്ടോ. GASTRITIS, ഗ്യാസ്ട്രൈറ്റിസ്.
ഇതിനകത്ത് റൂട്ട് വേർഡ് ഏതാണ്, സഫിക്സ് ഏതാണ്? കണ്ടുപിടിക്കൂ കേട്ടോ. പറയാം, സ്പെല്ലിംഗ് പറയാം. GASTRITIS. 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 ഓക്കെ, എഴുതിയോ? ഇതിലെ റൂട്ട് എന്ന് പറയുന്നത് ഗ്യാസ്റ്റർ ആണ് അല്ലെ? റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഗ്യാസ്റ്റർ ആണ്. അപ്പൊ സഫിക്സ് ഏതാ? സഫിക്സ് എന്ന് പറയുന്നത് ഐറ്റിസ് ആണ്. ഐറ്റിസിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. ഇൻഫ്ലമേഷൻ. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി വായിച്ചേ. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, അതാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഐറ്റിസ് ആണ് സഫിക്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ സഫിക്സ് തുടങ്ങുന്നത് ഒരു വൊവൽ ലെറ്ററിലല്ലേ? ആണോ? വൊവൽ ലെറ്ററിലാണോ? യെസ്, വൊവൽ ലെറ്ററിലാണ്. അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യം വരുന്നില്ല? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഗ്യാസ്റ്റർ/O. ആ ഓയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇപ്പോ സഫിക്സ് എന്ന് പറയുന്നത് ഏതൊരു വവൽ ലെറ്ററിൽ തുടങ്ങിക്കഴിഞ്ഞാലും അവിടെ കമ്പയറിംഗ് വവൽ വേറെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഐറ്റിസ് തുടങ്ങുന്നത് ഐയിലാണ്. സോ ഇവിടെ ഓയുടെ ആവശ്യം വരുന്നില്ല. ദാറ്റ് മീൻസ് രണ്ട് കമ്പോണന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു വവൽ ലെറ്ററിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഐ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വേറെ വവലിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് സ്റ്റൊമക് ആണ്. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. ഐറ്റിസ് സഫിക്സ് ആണ്, ഗ്യാസ്റ്റർ റൂട്ട് വേർഡ് ആണ്. അപ്പൊ എന്തായത്? ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്, അതായത് വയറിനുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉദരത്തിനുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കത്തെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിലും അത് പറയൂ കേട്ടോ, കമന്റ് ചെയ്താൽ മതി. എല്ലാവർക്കും ഓക്കെയാണ്? ഇനി ബാക്കി രണ്ട് ഭാഗങ്ങൾ ഞാൻ പറയാം. ഒന്ന് പ്രിഫിക്സ് ആണ്, രണ്ട് സഫിക്സ് ആണ്. എന്താണ് പ്രിഫിക്സ് എന്ന് നമുക്ക് നോക്കാം. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേർഡ് പാർട്ട് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അതായത് ഒരു മെഡിക്കൽ ടേമില് ബിഗിനിങ്ങിൽ ചേർക്കുന്ന ഒരു വേർഡിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മെഡിക്കൽ ടേം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ മെഡിക്കൽ ടേമില് അതിന്റെ ബിഗിനിങ്ങിൽ തുടക്കത്തിൽ ചേർക്കുന്ന വേർഡ് പാർട്ടിനെ എന്ത് പറയുന്നു? പ്രിഫിക്സ് എന്ന് പറയുന്നു. മനസ്സിലായോ? പ്രിഫിക്സ് എന്താണ്? ഒരു മെഡിക്കൽ ടേമിലെ തുടക്കത്തിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ചേർക്കുന്ന വേർഡ് പാർട്ടിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഈ പ്രിഫിക്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. ഒന്നില്ലെങ്കിൽ ഒരു ലൊക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്റൻസിറ്റി അഥവാ തീവ്രതയെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിഫിക്സസ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനൊരു വേർഡ് പറയാം. ഓക്കെ, ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ, ഇതിനകത്ത് പ്രിഫിക്സ് ഏതാ? ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ
അല്ലെ? ഹൈപ്പർ ആണെന്ത് ഈ ഒരു മെഡിക്കൽ ടേമിൽ വരുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഹൈപ്പറിന്റെ മീനിങ് എന്താ? ഹൈപ്പറിന്റെ മീനിങ് എന്താ? എക്സസീവ് അല്ലെങ്കിൽ അധികമായിട്ടുള്ളത്, അല്ലെ? അതാണ് ഹൈപ്പറിന്റെ മീനിങ്. അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലൊക്കേഷനെയോ അല്ലെങ്കിൽ ഒരു നമ്പറിനെയോ അല്ലെങ്കിൽ ഒരു ടൈമിനെയോ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെയോ ഡിനോട്ട് ചെയ്യുന്നതിനാണ് ഹൈപ്പർ അല്ലെങ്കിൽ പ്രിഫിക്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ലൊക്കേഷൻ ആണോ, നമ്പർ ആണോ, ടൈം ആണോ, ഇന്റൻസിറ്റി ആണോ? ഈ ഹൈപ്പർ എന്ന് പറയുന്നതിന്റെ മീനിങ് വരുന്നത് ഹൈപ്പർ എക്സസീവ് ആണ്, അല്ലെ? അപ്പൊ എന്താണ് ഇതിനകത്ത് ഡിനോട്ട് ചെയ്യുന്നത്? ഇന്റൻസിറ്റി ആണ്, തീവ്രതയാണ് കേട്ടോ. അപ്പൊ പ്രിഫിക്സ് എപ്പോഴും ഒന്നില്ലെങ്കിൽ ലൊക്കേഷനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്പറിനെയോ അല്ലെങ്കിൽ ടൈമിനെയോ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെയോ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായി? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അതായത് ബ്രീത്തിങ് ആണ്, അല്ലെ? അപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ എക്സസീവ് ബ്രീത്തിങ് എന്നാണ് മീനിങ് വരിക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ എല്ലാ മെഡിക്കൽ ടേമിലും പ്രിഫിക്സ് ഉണ്ടാകണം എന്നില്ല. പക്ഷെ റൂട്ടും കമ്പൈനിങ് വെർബലും അതുപോലെ സഫിക്സും എല്ലാ മെഡിക്കൽ വേർഡിലും ഉണ്ടാവും, ടേമിലും ഉണ്ടാവും. പക്ഷെ പ്രിഫിക്സ് നമ്മൾ എല്ലാ മെഡിക്കൽ ടേമിലും കാണണം എന്നില്ല, അല്ലെങ്കിൽ നിർബന്ധമില്ല. ഓക്കെ. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ പഠിച്ചു കഴിഞ്ഞാല് പുതിയ വേർഡ്സുകളുടെ മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ മെഡിക്കൽ ടേംസിലും എന്തില്ല? പ്രിഫിക്സ് നമ്മൾ കാണില്ല. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? നമുക്ക് പുതിയ വേർഡുകളുടെ മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ പ്രിഫിക്സ്? ഇതിനി വരുന്നേ ഉള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഞാൻ തൊട്ടിട്ടില്ല. അതും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 100ൽ 100 കിട്ടും ഈ എക്സാമിന്. അല്ല, മെഡിക്കൽ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അത് നിങ്ങൾ പേടിക്കണ്ട. എന്റെ തുടക്കം മാത്രം പറഞ്ഞതാണ്, എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ പ്രിഫിക്സ് ഓക്കെ ആയി. ഇനി അടുത്തത് ഏതാണ്? ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ള പാട്ട് ഏതാ? ഒരെണ്ണം കൂടി ഉണ്ടല്ലേ? എന്താ? സഫിക്സ് ആണ്. ഓക്കെ. അപ്പൊ പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് പാട്ടായിരിക്കും ഒരു മെഡിക്കൽ ടേമിലെ? എൻഡിങ് പാർട്ട് ആണ് കേട്ടോ. എൻഡിങ് പാർട്ട്, അവസാന ഭാഗത്താണ് എന്തുണ്ടാവുക? സഫിക്സ് വരിക. ഒരു മെഡിക്കൽ ടേമിലെ എൻഡിങ് പാർട്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്താണ് സഫിക്സ് ഉണ്ടാകുന്നത്. ഇനി സഫിക്സ് എന്തിനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പ്രിഫിക്സ് എന്തിനൊക്കെയായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്? 4 പോയിന്റ് പറഞ്ഞായിരുന്നു. പറഞ്ഞേ, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. കമന്റ് ചെയ്തേ. പ്രിഫിക്സ് എന്തിനൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ലൊക്കേഷൻ, നമ്പർ, ടൈം, ഇന്റൻസിറ്റി, അല്ലെ? എന്നാൽ പ്രിഫിക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഇൻഫ്ലമേഷനെയോ, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും നീർക്കെട്ട്, ഇൻഫ്ലമേഷനെയോ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നമുക്ക് പറയാം കണ്ടീഷൻ, ഒരു കണ്ടീഷൻ, അങ്ങനെ മതി. ഇൻഫ്ലമേഷൻ എന്ന് വേണ്ട, ഒരു കണ്ടീഷനെയോ അല്ലെങ്കിൽ ഒരു സർജറിയെയോ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷനെയോ ഒക്കെയാണ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഈ ഒരു സഫിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥകള്, ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ഇൻഫ്ലമേഷൻ, അതൊരു അവസ്ഥയാണ്, അല്ലെ? അതുപോലെ ഏതെങ്കിലും ഒരു രോഗങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സഫിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സഫിക്സ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഗ്യാസ്ട്രൈറ്റിസ് പറഞ്ഞപ്പോ അതില് ഐറ്റിസ് എന്ന് പറയുന്നത് ഒരു സഫിക്സ് ആണ്. ഐറ്റിസിന്റെ മീനിങ് എന്താ? ഐറ്റിസ് നേരത്തെ പറഞ്ഞു. ഐറ്റിസിന്റെ മീനിങ് വേഗം കമന്റ് ചെയ്യൂ. ഇൻഫ്ലമേഷൻ. അപ്പൊ ഐറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സഫിക്സ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ഗ്യാസ്ട്രൈറ്റിസ് പറയാം, ആർത്രൈറ്റിസ് പറയാം. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉദരഭാഗത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ദാറ്റ് ഈസ് ഗ്യാസ്ട്രൈറ്റിസ്. ഇനി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ് വരിക? അത് സന്ധിവാതമാണ്, നമ്മുടെ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ. അപ്പൊ ഐറ്റിസ് എന്ന് പറയുന്നത് ഒരു സഫിക്സ് ആണ്. അത് ഇൻഫ്ലമേഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു സഫിക്സ് ഞാൻ പറയാം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ലോജി.
LOGY. ബ്രോങ്കൈറ്റിസ് പറയാം കേട്ടോ. ബ്രോങ്കൈറ്റിസ് പറയാം നജ്വ പറയാം. ഓക്കെ, ലോജി. ലോജി എന്താ? ലോജിയുടെ മീനിങ് എന്താ? ലോജി സ്റ്റഡി ഓഫ് അല്ലെ. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയാം അല്ലെ. കാർഡിയോളജി പറയാം, നെഫ്രോളജി പറയാം, ന്യൂറോളജി പറയാം, ഒഫ്താൽമോളജി പറയാം അല്ലെ. അപ്പൊ ഇതിൽ കാണുന്ന ലോജി എന്ന് പറയുന്നത് ആ ഒരു മെഡിക്കൽ ടേമിന്റെ, ഫോർ എക്സാമ്പിൾ ഒഫ്താൽമോളജി. ഓക്കെ, ഒഫ്താൽമോളജി എന്ന് പറയുന്നത് അതിലെ സഫിക്സ് എന്ന് പറയുന്നത് ഏതാ? ലോജിയാണ്. അതുപോലെ നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറയുമ്പോൾ അതിലെ സഫിക്സ് എന്ന് പറയുന്നത് ലോജിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ ടേമിലെ സഫിക്സിനെയും പ്രിഫിക്സിനെയും റൂട്ട് വേർഡിനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം ഗാഢമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള രീതിയിൽ ഞാനിപ്പോ നിങ്ങൾക്ക് മെഡിക്കൽ ടേം എടുത്തു തന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലോജി വെച്ചിട്ടുള്ള കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വേറൊരു സഫിക്സ് ഞാൻ പറയാം. ആൾജിയ. ALGIA. ആൾജിയ കേട്ടിട്ടുണ്ടോ? ആൾജിയ. ALGIA. എന്താണ് ആൾജിയ? ആൾജിയ എന്ന് പറയുന്നത് പെയിൻ ആണ് കേട്ടോ. നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ ഉണ്ടല്ലോ, പെയിൻ ആണ്. പെയിൻ. ഓക്കെ, പെയിൻ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ പറയാം ന്യൂറാൾജിയ. ന്യൂറാൾജിയ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദന, ന്യൂറാൾജിയ. മയാൾജിയ കേട്ടിട്ടുണ്ടോ? മയാൾജിയ പേശി സംബന്ധമായിട്ടുള്ള വേദന. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സഫിക്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ പഠിക്കും. പിന്നെ ചില നിയമങ്ങളുണ്ട്. അതായത് നമ്മൾ സഫിക്സും പ്രിഫിക്സും ഒക്കെ പഠിക്കുമ്പോൾ ഹൈഫൺ ഇടേണ്ട രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും റൂട്ട് പ്ലസ് വേർഡ്, റൂട്ട് വേർഡ് അല്ലെങ്കിൽ സഫിക്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബോഡി പാർട്സ്. റൂട്ട് നമ്മൾ ബോഡി പാർട്സ് പറയുമ്പോൾ ഉപയോഗിക്കുന്നു. എന്നാൽ സഫിക്സ് നമ്മൾ എന്തെങ്കിലും ഒരു രോഗമോ അവസ്ഥയോ പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇനി മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ് മനസ്സിലായെങ്കിൽ അതും പറയാം. ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ഒന്നുമില്ല? നജ്വ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഈ നോട്ട്സ് എഴുതിയതൊന്ന് വായിച്ചു നോക്കിക്കൊണ്ടിട്ട് നോക്കട്ടെ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ. PDF സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഞാൻ നമ്മുടെ ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. നമ്മുടെ ടെക്സ്റ്റിൽ കാണണമെന്നില്ല കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാലും കുറച്ച് ഡെപ്തിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് ഇഷ്ടമായോ? എന്നിട്ട് ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. കുറച്ച് ടൈം എടുത്ത് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലായിട്ടുണ്ട് സംഭവം, കാര്യം ക്യാച്ച് ചെയ്ത്. പക്ഷെ കുറച്ച് ക്ഷമയോടെ ഇരുന്ന് പതുക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ബോർഡിലൊക്കെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കൺഫ്യൂഷൻ ഉണ്ടോ? നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ എഴുതി എടുക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട് കണ്ടോ, മെഡിക്കൽ ടെർമിനോളജി. PDF കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയാൽ ഫസ്റ്റ് പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. Medical terminology. The language of medicine originated from Greek and Latin. Medical terminology is employed in international language and it also essential to communicate with the other medical workers. Medical terminology is the language used to specifically describe the human body, elements, method, circumstances, etc. Understanding terminology requires words down into their separate components of prefix, suffix, and root word and having solid practical knowledge of those parts.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇതിനകത്തുള്ളത്? ആണോ? നോക്കിയോ? ഇതിനി വായിച്ചു കഴിഞ്ഞ് ഓരോന്ന് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഡൗട്ട് ഉണ്ടോ? മാം ഇത് വായിച്ചതിലില്ല. എന്താണ് ഇപ്പൊ പറഞ്ഞത് PDF ഇല്ലല്ലോ, ഇത് വേറെ അല്ലേ ഇട്ടിരിക്കണത്? നോട്ടല്ലേ പറഞ്ഞ ഇതൊക്കെ എവിടെ ടെക്സ്റ്റ് വായിച്ചത് മാം വായിച്ചില്ലേ? അത് അല്ല മാം PDF കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, വീഡിയോസിൽ വന്നിട്ടില്ല. അതായത് ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റിലുണ്ട്. മാമിന്റെ നമ്മളെ PDF കാണിക്കുന്നതില് അത് സ്ക്രോൾ ചെയ്ത് പോയിട്ടില്ല, അതുകൊണ്ടാണ് അത്. ബോക്സിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. എന്താണെന്ന് മനസ്സിലായില്ല. PDF കാണിക്കുന്നത് നമ്മുടെ കുറെ പ്രിഫിക്സിന്റെയും അതിന്റെ ഒക്കെ എക്സാമ്പിൾസ് തന്നിട്ടില്ലേ, ആ പേജാണ്. പേജ് നമ്പർ വ്യത്യാസം വന്നിട്ടുണ്ട്. പേജ് നമ്പർ വ്യത്യാസമുണ്ട്. അപ്പോ നമ്മള് ഫസ്റ്റത്തെ ചാപ്റ്റർ തുടങ്ങണ ഏരിയ അല്ല ഇപ്പൊ PDF കാണിക്കുന്നത്. PDF കാണിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട. ആർക്കൊക്കെയാണ് ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞേ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായി, ചിലത് മാത്രം ഒരു ഡൗട്ട് ഉണ്ട്. അത് നിങ്ങൾ ആലോചിക്കേ വേണ്ട. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് PDF മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ആരും ടെൻഷൻ ഒന്നും ആവണ്ട. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് നല്ല രീതിയിൽ വിശദീകരിക്കും. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്, എന്താണ് റൂട്ട് വേർഡ്, ആ കാര്യങ്ങൾ മാത്രം. അധികം ഡെപ്തിലോട്ട് പോകണ്ട, ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റൂട്ട് വേർഡ് അല്ലെങ്കിൽ എന്താണ് സഫിക്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അതിന്റെ പേരാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.